ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാൻ സാധാരണ മുളക് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മുളക് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു രുചിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മുളകാണ് കേട്ടോ. സാമ്പാർ മുളക് ഇതുപോലെ നീളമുള്ള മുളകുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മുളക് വാങ്ങി നല്ലപോലെ കഴുകി വെള്ളം വലാനായിട്ട് വെച്ചു കേട്ടോ. നല്ലപോലെ വെള്ളം വന്നപ്പോൾ അത് ഒരു തുണി കൊണ്ട് നല്ലപോലെ തുടച്ചു. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു തുണി കൊണ്ട് നല്ലപോലെ തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ച് കളഞ്ഞു. അതിന് ശേഷം അത് ഓരോ മുളക് കൊടുത്തിട്ട് നമ്മൾ കത്തി കൊണ്ട് ഇതങ്ങനെ വരഞ്ഞു കേട്ടോ. അതിൻ്റെ ഞെട്ടി കളയുന്നില്ല കേട്ടോ. ഞെട്ടി കളയാൻ പാടില്ല. ഞെട്ടി കളയാണ്ട് അടിയിൽ നിന്ന് മുകളിൽ വരെ, താഴെ നിന്നുണ്ട് മുകളിൽ വരെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നു. രണ്ടാക്കിയില്ല, ജസ്റ്റ് ഒന്ന് പിളർത്തി വെച്ചു. ഇതാ രണ്ട് മൂന്നെണ്ണം അങ്ങനെ കാണിച്ചു തരാം. ഇതാ മുകളിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചു കേട്ടോ. അതിൻ്റെ ഞെട്ടി കളയാണ്ടതാ ഇങ്ങനെ. ഇതിങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് വെച്ചു കേട്ടോ. ഇതാ രണ്ട് മൂന്നെണ്ണം അങ്ങനെ വരഞ്ഞത് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. ഇതാ ഇതാ അങ്ങനെ എല്ലാം അങ്ങനെ എല്ലാ മുളകും ഇങ്ങനെ ഞാനിങ്ങനെ വരഞ്ഞ് വെച്ചു കേട്ടോ. എല്ലാം അങ്ങനെ വരഞ്ഞ് വെച്ചു. അതിന് ശേഷം നല്ലോണം കൈ കൊണ്ട് ഒന്ന് അങ്ങനെ നല്ലോണം ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഉലർത്തിയിട്ടു. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ ആ കുരുവൊക്കെ കളഞ്ഞു കേട്ടോ. മുളകിൽ നിന്ന് വിട്ട് കിടക്കുന്ന കുരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞു. ആ കുരുവൊക്കെ കളഞ്ഞിട്ട് മുളക് എടുത്തിട്ട് ഉള്ളിലിരിക്കുന്ന കുരു കളഞ്ഞില്ല, പുറത്തേക്ക് ഇങ്ങനെ കിടക്കുന്ന കുരുകളൊക്കെ കളഞ്ഞു. അതിന് ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതാ ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കഴുകി വരഞ്ഞു വെച്ചിരുന്ന മുളക് ഇട്ട് കൊടുത്തു കേട്ടോ. ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിരുന്ന മുളക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ പതുക്കെ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നു. മുളക് ഇങ്ങനെ വാട്ടിയെടുക്കണം. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുളക് പതുക്കെ ഒന്ന് വാട്ടിയെടുക്കണം. എന്തെങ്കിലും വല്ല കുരു എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിലേക്ക് തെറിക്കാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ കുരു എങ്ങാനും കിടക്കണമെങ്കിൽ കുരുവൊക്കെ മാറ്റി കളഞ്ഞോളൂ. അതുപോലെ വെള്ളം ഒട്ടും പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. കുരുവൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി കളഞ്ഞ് ലോ ഫ്ലെയിമിൽ നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അതിൻ്റെ ഞെട്ടിയൊന്നും കളയാണ്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച കളറൊന്നും മാറും. പൊട്ടിത്തെറിക്കാണ്ടെന്ന് നോക്കണം കേട്ടോ. ഇതാ ഓരോന്നിങ്ങനെ വാടി വന്നു. അതിൻ്റെ കളറൊക്കെ മാറി കണ്ടു. ഇങ്ങനെയാക്കി കേട്ടോ. ഇങ്ങനെ പതുക്കെ ലോ ഫ്ലെയിമിൽ പതുക്കെ ഇങ്ങനെ ഇളക്കി അതിൻ്റെ ഇങ്ങനെ കളറൊക്കെ മാറി മുളകൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഉഴണ്ട് വന്നു കേട്ടോ. അങ്ങനെ പതുക്കെ ഇങ്ങനെ മുളകൊക്കെ ഇങ്ങനെ വഴറ്റിയെടുത്തു കേട്ടോ. അതിന് ശേഷം ആ മുളക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നടുവിലാക്കിയിട്ട് നടുവിലുള്ള വെളിച്ചെണ്ണയിലേക്ക് അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണ് ഈ മുളകിന് ആവശ്യമായ ഉപ്പ്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടു. ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തു. മുളകൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നടുവിൽ കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് ഒരു 1/4 ടീസ്പൂണ് കഷ്ടിയാണ് മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവില്ലേ. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചു നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മാങ്ങ പൗഡർ, അംചൂർ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അംചൂർ പൗഡർ ഉണ്ടായില്ല, അതുകൊണ്ടാണ്. അംചൂർ പൗഡർ ഉണ്ടെങ്കിൽ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതിൽ അംചൂർ പൗഡർ, മാങ്ങ ഉണക്കി പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ 1 സ്പൂണ് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാനതൊരു പ്ലേറ്റിലേക്ക് പകർത്തി.
ചീഞ്ചട്ടിയിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് പകർത്തി. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറുനാരങ്ങ നീരും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും മുളകൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ രുചിക്ക്, ചപ്പാത്തി കഴിക്കുമ്പോഴോ ദോശ കഴിക്കുമ്പോഴോ ഒരു രുചിക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു മുളകൊക്കെ ഇങ്ങനെ കഴിച്ച് കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. Thank you for watching.